പണം വേണം, പണത്തിന് പഠനം വേണം. പഠനത്തോടൊപ്പം മെഡിക്കൽ രംഗത്ത് ഒരു ജോലി. യൂണിവേഴ്സിറ്റി അംഗീകൃത CTDS കോഴ്സുകൾ, 28 വർഷത്തെ സേവന പാരമ്പര്യവും 10,000-കണക്കിന് യുവതികൾക്ക് കൈത്തൊഴിലും ഭാവിയും കൈമുതലാക്കി ഉയർത്തിയ വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്. ചരിത്രത്തിൽ ആദ്യമായി കലാമണ്ഡലത്തിൽ ഭരതനാട്യം പഠിക്കാൻ ആൺകുട്ടിയെത്തി. കലാമണ്ഡലത്തിലെ ഭരതനാട്യം അധ്യാപകനായ ഡോക്ടർ RLV രാമകൃഷ്ണന്റെ ശിക്ഷണത്തിലാണ് 6 മാസം ഭരതനാട്യം പഠിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി കലാമണ്ഡലത്തിൽ ഭരതനാട്യം പഠിക്കാൻ ആൺകുട്ടിയെത്തി. കലാമണ്ഡലത്തിലെ ഭരതനാട്യം അധ്യാപകനായ ഡോക്ടർ RLV രാമകൃഷ്ണന്റെ ശിക്ഷണത്തിലാണ് 6 മാസം ഭരതനാട്യം പഠിക്കുന്നത്. പിറവം മാമലശ്ശേരി വീട്ടിൽ എൽദോന്റെയും മാതാവ് ഹണിയുടെയും മകനായ 11 വയസ്സുള്ള ഡാനിയൽ എൽദോ ആണ് പഠിക്കുവാനെത്തിയത്. 6 മാസത്തെ കോഴ്സിലാണ് ചേർന്നിരിക്കുന്നത്. ഇവർ വർഷങ്ങളായി ഓസ്ട്രേലിയയിൽ താമസിച്ചു വരുന്നു. ഡാനിയേലിന് ഭരതനാട്യം പഠിക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ മകന്റെ ആഗ്രഹം രക്ഷിതാക്കൾ സാധിപ്പിച്ചു കൊടുക്കാനായിരുന്നു ബുധനാഴ്ച രാവിലെ പിതാവ് എൽദോ ഡാനിയൽ കലാമണ്ഡലത്തിൽ എത്തിയത്. കൂത്തമ്പലത്തിൽ വന്നതിനു ശേഷം കൂത്തമ്പലത്തിനെയും ആശാൻ രാമകൃഷ്ണനെയും ഡാനിയൽ നമസ്കരിച്ചതിനു ശേഷമാണ് ആദ്യ ഭരതനാട്യം പഠിക്കാനായി ഇറങ്ങിയത്. തുടർന്ന് ഭരതനാട്യത്തിന്റെ മുദ്രകളും സ്റ്റെപ്പുകളും കാണിച്ചു കൊടുത്ത് അതുപോലെ തന്നെ ഡാനിയലും അവതരിപ്പിച്ചപ്പോൾ കലാമണ്ഡലത്തിന്റെ ചരിത്ര മുഹൂർത്തത്തിന് ഒരു വരിയും കൂടി എഴുതി ചേർക്കാം. കലാമണ്ഡലത്തിൽ ആൺകുട്ടികൾക്ക് ഭരതനാട്യം പഠിക്കാൻ ഇതുവരെ അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം മുതലാണ് ആൺകുട്ടികൾക്ക് ഭരതനാട്യം പഠിക്കാൻ അവസരം കലാമണ്ഡലം ഒരുക്കിയത്. എന്നാൽ കഴിഞ്ഞ വർഷം ആൺകുട്ടികൾ പഠിക്കാൻ എത്തിയില്ല. ഈ വർഷമാണ് ആദ്യമായി ഒരു ആൺകുട്ടി കലാമണ്ഡലത്തിൽ ഭരതനാട്യം പഠിക്കാൻ എത്തുന്നതെന്ന് കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P. രാജേഷ് കുമാർ പറഞ്ഞു. നിലവിലെ കലാമണ്ഡലത്തിലെ പഠിച്ച് പരിശീലനം കഴിഞ്ഞവരെല്ലാം തന്നെ കലാമണ്ഡലം എന്നൊരു ടൈറ്റിൽ ഉപയോഗിക്കാറുണ്ട്. അത് എന്തായാലും ഈ ഷോർട്ട് ടൈം കോഴ്സുകൾക്ക് ചേരുന്നവർക്ക് തീർച്ചയായിട്ടും അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് തന്നെ നമ്മൾ നിബന്ധന വയ്ക്കുന്നുണ്ട്. കാരണം വർഷങ്ങളോളം കലാമണ്ഡലത്തിൽ ചേർന്ന് 8 വർഷവും 10 വർഷമൊക്കെ പഠിക്കുന്ന ആൾക്കാർ അവരുടെ ഒരു സമയവും അവരുടെ എഫേർട്ടും എല്ലാം നിസ്സാരവൽക്കരിക്കുന്നതിന് തുല്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഷോർട്ട് ടൈം കോഴ്സുകൾക്ക് അത്തരത്തിലുള്ളൊരു ആനുകൂല്യം ഉണ്ടാവില്ല. അതേസമയം ആ കലാരൂപങ്ങളെ പരിചയപ്പെടുത്താനും അതുപോലെ കലാരൂപങ്ങൾ അഭ്യസിക്കാനുമുള്ള ഒരു സാഹചര്യം അവർക്കുണ്ടായിരുന്നു. വിദ്യാർത്ഥിയെ പഠിപ്പിക്കാൻ അവസരം കിട്ടിയതിന് കലാമണ്ഡലത്തിനോട് ഒരുപാട് നന്ദിയുണ്ടെന്ന് ഡോക്ടർ RLV രാമകൃഷ്ണൻ പറഞ്ഞു. നമസ്കാരം, ഇത് ഡാനിയൽ എൽദോ ജോയ്. ഇപ്പോൾ കലാമണ്ഡലത്തിൽ ഒരു ഷോർട്ട് ടൈം കോഴ്സിനായിട്ട് ഭരതനാട്യം പഠിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഡാനിയൽ ആക്ച്വലി ഓസ്ട്രേലിയൻ സിറ്റിസനാണ്, പക്ഷേ കേരളത്തിലാണ് വീടുകൾ. പിറവത്തും തിരുവനന്തപുരത്താണ് മാതാപിതാക്കളുടെ വീടുകൾ. അങ്ങനെ ഒരു നർത്തകനാവാനാണ് ഏറ്റവും വലിയ മോഹം ഡാനിയലിൻ്റെ. അപ്പം ഞാൻ ഈ അടുത്ത ഓസ്ട്രേലിയൻ പരിപാടിക്ക് പോയപ്പോൾ എൻ്റെ നൃത്ത പരിപാടി കാണാൻ വരികയും അന്ന് അവിടുത്തെ നൃത്ത പരിപാടിയിൽ ഒരു ചെറിയൊരു ഐറ്റം അന്ന് പഠിക്കുകയും ചെയ്തിരുന്നു. ബേസിക്കലി ഡാനിയൽ നേരത്തെ നൃത്തം പഠിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് കലാമണ്ഡലവുമായിട്ട് എങ്ങനെ സഹകരിക്കാം അല്ലെങ്കിൽ എങ്ങനെ കോഴ്സിന് വരാമെന്ന് അന്ന് മുതൽ നിരന്തരം ആവശ്യപ്പെടുകയും രജിസ്ട്രാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു കോഴ്സിന് സാധാരണ എനിക്ക് തോന്നുന്നു ഇവിടെ ഇങ്ങനെ ഇത്രയും ചെറിയ പ്രായത്തിലുള്ള ആൺകുട്ടികളും അല്ലെങ്കിൽ ചെറിയ കുട്ടികളും വന്നിട്ടില്ല. 8ാം ക്ലാസ്സിലേക്ക് ഫുൾ ടൈം കോഴ്സിനാണ് അഡ്മിഷൻ ഉള്ളത്. അപ്പോൾ ഷോർട്ട് ടൈം കോഴ്സിന് ആദ്യമായിട്ടൊരു കുട്ടി ചേരുകയാണ്. അതിൻ്റെ വളരെയധികം സന്തോഷമുണ്ട്. കാരണം കലാമണ്ഡലത്തിൽ അങ്ങനെ ഇത്തരം ഓപ്പൺ കോഴ്സുകൾ ധാരാളം വരുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ നമ്മുടെ ഈ കോഴ്സിൽ പഠിക്കാനായിട്ട് എത്തിച്ചേരുന്നു എന്നുള്ളതിൻ്റെ ഒരു ആരംഭം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഡാനിയൽ ഇവിടെ വന്നിട്ടുള്ളത്. ഒരു എന്താ പറയുക, പുരുഷ നർത്തകൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഏറെ അഭിമാനമുണ്ട് ഈ കുട്ടിയെ പഠിപ്പിക്കുന്നതിന്. അപ്പോൾ ഇനിയും ഒരുപാട് ആളുകളെ നമ്മൾ ഇതുപോലെ പ്രതീക്ഷിക്കുന്നു. ആദ്യമായി കലാമണ്ഡലത്തിലെത്തിയ ഭരതനാട്യം വിദ്യാർത്ഥിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണെന്ന് കലാമണ്ഡലം നൃത്ത വിഭാഗം മേധാവി കലാമണ്ഡലം സംഗീത പ്രസാദ് പറഞ്ഞു. ഇപ്പോൾ മാഷ് പറഞ്ഞ പോലെ തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ച് എപ്പോഴും പറയും, നമ്മൾ ചിലപ്പോൾ ഈ പ്രായത്തിൽ കുട്ടികൾക്ക് വ്യക്തമായൊരു തീരുമാനം ഉണ്ടാവില്ല തൻ്റെ ഭാവിയെക്കുറിച്ച്. പക്ഷേ ഡാനിയലിന് ഞാനിന്ന് രാവിലെ സംസാരിച്ചേ, അപ്പോൾ ഡാനിയലിന് വ്യക്തമായിട്ട് ഒരു തീരുമാനം ഉണ്ടാവാൻ ഒരു നർത്തകനാവണം, അത് ഭരതനാട്യം തന്നെ വേണമെന്ന് നല്ലൊരു തീരുമാനത്തോടു കൂടിയാണ് ഡാനിയലിവിടെ വന്ന് ചേർന്നിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചപ്പോൾ മാഷ് പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു അനുഭവം തന്നെയാണ് ഈ പ്രായത്തിലൊരു കുട്ടി എനിക്ക് ഷോർട്ട് കോഴ്സ് ഇവിടെ ചേർന്ന് പഠിക്കണമെന്ന് പറഞ്ഞിട്ട് വരുന്നത്. അത് നല്ലൊരു കാര്യമായിട്ട് എടുക്കണം. ഇനിയും ഇതുപോലെ ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ ഞങ്ങൾ റെഡിയായിട്ടിരിക്കുകയാണ്. ഡാനിയലിന് എല്ലാവിധ ആശംസകളും. എനിക്ക് ആദ്യം ഈ യൂണിവേഴ്സിറ്റീനെ ഭയങ്കര താങ്ക് ചെയ്യണം എന്നെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട്.
So so I live in Perth, Australia. We had a show where Marsh came and then he performed. It was really admirable to see and watch. It had like a really heartful touch. So yeah, that really inspired me to come over here. He told me there was a short course like this, so decided to come over here and learn this course. ന്യൂസ് ഡെസ്ക് CCV.